13 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ ശബ്ദം കൊണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ഒരു പോലീസുകാരൻ സേനയിലുണ്ടായിരുന്നു. പോലീസ് സേനയുടെ മികവിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രസംഗത്തിനിടെ പറഞ്ഞ വാക്കുകളാണിത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അടിമാലി SHO ആയി സർവീസിൽ തുടരുന്ന PR സന്തോഷാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ലുലു മാളിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു. ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ലുലു മാൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് എറണാകുളത്ത്. ഒരു ഫോൺ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആകെ പോലീസും ബേജാറായി, എല്ലാവരും ബേജാറായി. കണ്ടുപിടിക്കാനാവുന്നത്ര ശ്രമം നടത്തി നോക്കി. അവസാനം എറണാകുളത്ത് ഒരു പോലീസുകാരൻ ആ ഫോൺ കോൾ ആ പോലീസുകാരന് കേൾക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. ആ പോലീസുകാരൻ ആ ശബ്ദം കേട്ടിട്ട് അയാൾ പറഞ്ഞു, സാർ അത് ഇന്നയാളാണ് അല്ലേ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിനിടെ പോലീസ് സേനയുടെ മികവിനെപ്പറ്റി പരാമർശിച്ചിരുന്നു. 13 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ ശബ്ദം കൊണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ഒരു പോലീസുകാരനുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പ്രസംഗത്തിനിടെ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അടിമാലി സ്റ്റേഷനിൽ SHO ആയി സർവീസിൽ തുടരുകയാണ്. സംഭവം ഇങ്ങനെയാണ്. എറണാകുളത്ത് 3 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും 75 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുമെന്നായിരുന്നു 2013 ആ സന്ദേശം. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചു. അന്ന് തൃപ്പൂണിത്തറ SI ആയിരുന്ന സന്തോഷും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഭീഷണി മുഴക്കിയ ആളുടെ ശബ്ദ സന്ദേശം യോഗത്തിൽ കേൾപ്പിച്ചു. ശബ്ദം കേട്ടതോടെ 2010 കോട്ടയത്ത് ജോലി ചെയ്ത വേളയിൽ കവർച്ച കേസിൽ അറസ്റ്റിലായ മനോജ് സേവ്യറിന്റെ ശബ്ദമാണെന്ന് സന്തോഷ് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പ്രതിയെ പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ഈയൊരു മികവിനെയാണ് രമേശ് ചെന്നിത്തല പ്രശംസിച്ചത്. ആഭ്യന്തരമന്ത്രി സാർ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ചില് കളമശ്ശേരി പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള ലുലു മാളിൽ 2013 കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രതിയെ, വലിയ തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണമായി എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷത്തോടായിരുന്നു. വോയിസ് ക്ലിപ്പ്, ഈ അക്യൂസ്ഡിൻ്റെതായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പണം ആവശ്യപ്പെടുന്നത് നമുക്ക് കേൾപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വോയിസ് കേട്ടപ്പോഴാണ് അതിനു മുൻപേ 2010 കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു റോബറി നടത്തിയ കേസിലെ പ്രതി, ഒരു മനോജ് എന്ന് പറയുന്ന ആളാണ്. അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഒരു 10ഓളം ദിവസം നമ്മൾ കസ്റ്റഡിയിൽ വെച്ച് ഇൻട്രോഗേഷനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ എല്ലാവിധത്തിലുള്ള ചേഷ്ടകളും വർത്തമാനവും ചേഷ്ടകളും അയാളുടെ മോഡസ് ഓപ്പറാൻഡി എല്ലാം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഏറെ അഭിമാനത്തോടെയാണ് കേട്ടതെന്ന് സന്തോഷ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.